എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. അത് മാമൻ മാത്യു മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിൻ്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ്, അല്ലാത്തതുകൊണ്ടല്ല. അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ ഒരു ഹവാലായപ്പാടിന് നിന്നിട്ടില്ല, ഒരു ഹവാലായപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവറിൻ്റെ ആക്കാം എന്ന് ധരിക്കണ്ട. അതുമാത്രമേ മാമൻ മാത്യുയോടും മലയാള മനോരമയോടും എനിക്ക് പറയാനുള്ളൂ. എവിടുന്ന് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് അന്വേഷണ ഏജൻസി കൊടുത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ പണം ഈ പറയുന്ന ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത്? ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് പണം ഹവാലിയായിട്ട് ഉപയോഗിച്ചു എന്നോ അങ്ങോട്ട് അയച്ചു എന്നോ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ നിയമ നടപടിക്ക് റിയാസ് തയ്യാറായല്ലോ. തയ്യാറായില്ലേ എന്നുള്ളതല്ല എൻ്റെ വിഷയം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമയ്ക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? അവർ സൃഷ്ടിക്കുകയല്ലേ വാർത്ത. അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കലാണോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? പിണറായി വിജയന് നേരെ ആയാൽ എന്തും ചെയ്യാം, എന്തും സൃഷ്ടിക്കാം എന്നതാണോ അംഗീകരിക്കേണ്ട രീതി? എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താണ് ഇതിൻ്റെ ഫലം? നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു? ലെവിൻ കെ വിജയനിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ലെവിൻ, ഈ മറുപടിയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി മനസ്സിലാകുന്നത് തനിക്കെതിരെ കൃത്യമായിട്ടുള്ള വേട്ടയാടലുകൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയൻ പറയുന്നത്. അതായത് മകൾ വീണയ്ക്കെതിരെയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനെതിരെയും ഒക്കെ ഇത്തരത്തിൽ ED തെളിവുകൾ നിരത്തി അന്വേഷണം വ്യാപിപ്പിക്കുന്നത് അത് തന്നെ ലക്ഷ്യമിട്ടാണ്. ഇതിന് പിന്നിൽ ചില മാധ്യമങ്ങളുണ്ട്. മലയാള മനോരമയും മാമൻ മാത്യുവിനെയും പേരെടുത്ത് തന്നെ പരാമർശിച്ചാണ് ഇക്കാര്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത്. ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിരോധമല്ലേ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? തീർച്ചയായും സ്വാതി, അങ്ങനെ തന്നെയാണ്. പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അത് പ്രത്യേകമായി തനിക്കെതിരായിട്ടുള്ള വ്യക്തിഹത്യയ്ക്കും ആക്രമണങ്ങൾക്കും പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അത് മാധ്യമങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള നിലപാട് തന്നെ ആവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. വീണ തൻ്റെ മകളാണ്, തൻ്റെ മകളായതിൻ്റെ പേരിൽ എന്തുമാകാമോ എന്നുള്ള നിലപാടാണ് അവർ ചോദിക്കുന്നത്. അവർ വീണ അത്ര വലിയ പണക്കാരിയല്ല എന്നുള്ളതും പിണറായി വിജയൻ പറയുന്നു. താനോ തൻ്റെ കുടുംബാംഗങ്ങളോ ഒരു ഹവാല ഇടപാടും നടത്തിയിട്ടില്ല. പക്ഷേ അതൊക്കെ ഒരു തെളിവിൻ്റെ അടിസ്ഥാനം പോലുമില്ലാതെ മലയാള മനോരമ പോലൊരു പ്രധാനപ്പെട്ട മാധ്യമം തൻ്റെ കുടുംബത്തിനെതിരെ അപകീർത്തികരമായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ, വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ പറയുന്നത്. റിയാസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. പക്ഷേ അതിനപ്പുറത്ത് വസ്തുതകൾ പരിശോധിക്കാതെ, തെളിവുകളില്ലാതെ മനോരമ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ തനിക്ക് അത്ഭുതമൊന്നുമില്ല. അത് മാമൻ മാപ്പിളയുടെ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തെ മാറ്റേണ്ട കാര്യം തനിക്കില്ല. അവർ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. തനിക്കെതിരെ എന്തും പ്രചരിപ്പിക്കാം, എന്ത് അപവാദ പ്രചരണവും നടത്താം എന്നുള്ളതാണോ എന്ന കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. റിയാസ് ഏത് തരത്തിലുള്ള ഹവാല ഇടപാടുകൾ നടത്തി എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൻ്റെ തെളിവായി എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ അടിസ്ഥാനം എന്നുള്ള കാര്യവും അദ്ദേഹം മാധ്യമങ്ങളുടെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. നേരത്തെ ഇത്തരത്തിലുള്ള പരിശോധനകളും ED അന്വേഷണങ്ങളും ഒക്കെ നടന്നിരുന്നതാണ്. അതിനെ എല്ലാ ഘട്ടത്തിലും CPM ആണെങ്കിലും പിണറായി വിജയൻ എന്നുള്ള വ്യക്തി എന്നുള്ള നിലയിലാണെങ്കിലും സ്വാഗതം ചെയ്യുന്നു. അതിനിയും തുടരും. പക്ഷെ അതൊരു അപവാദ പ്രചരണത്തിന് വേണ്ടിയുള്ള അവസരമാക്കി മാറ്റരുത് എന്നുള്ള